എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറികളിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ റസ്കിൻ്റെ റെസിപ്പി നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആ കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. നമ്മൾ ഇതിന് മുൻപ് കേക്ക് റസ്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ള ടീ റസ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പ് വേണം 2 കപ്പ് മൈദയ്ക്ക് കറക്റ്റായിട്ട് ടേസ്റ്റ് ബാലൻസ് ആവണമെങ്കിൽ. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര നിങ്ങൾക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർക്കാം, നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട്. നമ്മളിവിടെ 1/2 കപ്പും കുറച്ചുകൂടെ ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. മധുരം ഉള്ള റസ്ക്കാണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റാണ് ചേർക്കുന്നത്. നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. വലിയ തരികളുള്ള ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് അത് ചേർത്ത് വേണം കുഴയ്ക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റസ്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജീരകം കടിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീരകം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ വേണം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഇതിലേക്ക് റസ്കിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ള് മഞ്ഞ ഫുഡ് കളർ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്തില്ലെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ബട്ടറോ നെയ്യോ എണ്ണയോ ഏതെങ്കിലും ആവട്ടെ അത് ഇതിലേക്ക് ഒഴിക്കാം. 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഈ ബട്ടർ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതല്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുള്ള പാലൊഴിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് കുഴയ്ക്കാം. നമ്മളിവിടെ 1/2 കപ്പോളം പാൽ എടുത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്ര നേരം ഇത് നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ബ്രെഡ് കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർക്കുന്നത്. അവിടെ ഇങ്ങനെ കളർ കിട്ടാനും കടിക്കുമ്പോൾ ഒരു രസത്തിനും വേണ്ടിയിട്ടാണ് ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പകരം നിങ്ങൾക്ക് മുന്തിരിങ്ങയും ചേർക്കാവുന്നതാണ്. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക. 15 മിനിറ്റോളം ഇത് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുത്തിട്ട് നമ്മൾ ഈ മാവിങ്ങനെ വലിക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ വലിയണം. ഇങ്ങനെ വലിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 15 മിനിറ്റാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണയൊന്ന് തടവിയിട്ട് ഈ മാവിലും കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് ഡബിളായി കിട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പോൾ ഒരു നനഞ്ഞ ടവൽ ഇതിന് മുകളിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നനഞ്ഞ ടവൽ ഇല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലോ പ്ലാസ്റ്റിക് റാപ്പോ വെച്ചിട്ട് കവർ ചെയ്താൽ മതി. എനിക്കിവിടെ 2 മണിക്കൂർ എടുത്തു ഇത് നന്നായിട്ട് പൊങ്ങാനായിട്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളിത് നന്നായിട്ട് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് നമ്മളത് കൈവച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിനി ഇത് എങ്ങനെയാണ് റസ്ക് ആക്കി എടുക്കുന്നത് നോക്കാം. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് കുറച്ച് പൊടി തടവിയതിന് ശേഷം ഈ മാവിനെ 4ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് ബാക്കിയുള്ള എയർ ബബിൾസും കൂടി ഇതുപോലെ കളഞ്ഞിട്ട് ശരിക്കും ഇത് ഒരേ ഷേപ്പിലുള്ള 4 ഉരുളകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഓരോ ഉരുളയും നമ്മൾ ബ്രെഡിൻ്റെ ഷേപ്പിലാക്കി വെക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിക്കാം. നമ്മൾ ഒരുപാട് വീണ്ടും ഇട്ടത് കുഴച്ചതിൻ്റെ ഫ്ലഫ്നെസ് കളയരുത്. അതിൻ്റെ ജസ്റ്റ് എയർ ബബിൾ മാത്രം കളഞ്ഞ് എടുത്താൽ മതി. ഇനി ഇതുപോലെ ഓരോ ഉരുളയും എടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഉരുട്ടുക. അകത്തേക്ക് ഇങ്ങനെ ടക്കിൻ ചെയ്തിട്ട് വേണം ഇത് ഉരുട്ടാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കുറച്ച് പൊടിയും കൂടെ തടവിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ടിയിൽ പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറയ്ക്കേണ്ട, കുറച്ച് കട്ടിയിലൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഒരറ്റത്തൂന്ന് ഇതുപോലെ റോൾ ചെയ്ത് അവസാനം വരുന്ന ഭാഗം കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ 4 ഉരുളകളും പരത്തിയിട്ട് ഇതുപോലെ റോൾ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ 4ഉം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും 1/2 മണിക്കൂർ നനഞ്ഞ ടവലിട്ടതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്നുകൂടെ നന്നായിട്ട് വലുതായി കിട്ടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഓവനില്ലാതെയും ചെയ്ത് നോക്കാവുന്നതാണ്. ഓവനില്ലാതെ ബ്രെഡ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്.
നാട്ടിലൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ വേണ്ട, 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇത് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. നമുക്കിവിടെ അരമണിക്കൂർ വേണ്ടി വന്നു ഇത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിക്കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. നിങ്ങൾ ഓവനിലാണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണോ അങ്ങനെ ബേക്ക് ചെയ്യാം. നമ്മളിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് സമയം വേരി ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 2 കോലും ഹീറ്റാക്കുന്ന ഓപ്ഷനിൽ ആദ്യം 20 മിനിറ്റ് വെച്ചു, പിന്നീട് ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ ബേക്ക് ചെയ്ത് മൊത്തത്തിൽ 25 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റസ്കിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എടുത്ത പാടെ തന്നെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രെഡാണ്, തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ബ്രെഡായിട്ട് നിങ്ങൾക്ക് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ റസ്ക് ആക്കി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ ബ്രെഡായിട്ട് എല്ലാവരും കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ബാക്കിയുള്ള 3 എണ്ണം നമുക്കിനി എങ്ങനെയാണ് റസ്ക് ആക്കി എടുക്കുന്നത് നോക്കാം. പിന്നെ റസ്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റസ്കിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം കനം കുറച്ചോ കനം കൂട്ടിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്തതെല്ലാം നമ്മളൊരു ബേക്കിംഗ് ട്രേയിൽ ഒന്ന് നിരത്തി കൊടുക്കാം. ഇതേപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ സമയം ബേക്ക് ചെയ്താൽ ഇത് റസ്ക്കായിട്ട് മാറും. അപ്പോൾ നമ്മൾ വീണ്ടും 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് ഇത് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചില ഓവനിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് മാത്രമേ ഹീറ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മറിച്ചിട്ടും ബേക്ക് ചെയ്യാവുന്നതാണ്. പകുതി സമയമാകുമ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് താഴെ നിന്നും മുകളിൽ നിന്നും ഹീറ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 2 സൈഡും നന്നായിട്ട് തന്നെ ഇത് ബേക്കായി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടിരിക്കും. ഒന്നുകൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല കട്ടിയായിട്ട് നല്ല അടിപൊളി റസ്ക്കാണ്. അപ്പോൾ നമ്മുടെ റസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല കട്ടിയായിട്ടുള്ള റസ്ക്കാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ്, ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഇതിൽ പ്രിസർവേറ്റീവോ മറ്റ് സംഭവങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല കട്ടിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. ജീരകവും കൂടെ ഇടയ്ക്ക് ചേർത്തിരിക്കുന്ന കാരണം ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള ബ്രെഡുകൾ അതുപോലെ തന്നെ കേക്കുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ റസ്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിട്ട് ചോദിക്കാറുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്